+2 കോഴ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കോഴിക്കോട് കല്ലായി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, 1.5 മണിക്കൂറോളം സമയമായിരിക്കുന്നു KM ഷാജിയെ ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തായാലും നമുക്കറിയാം, കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഴീക്കോട് MLA ആയിരിക്കുന്ന കാലത്ത് കോഴ വാങ്ങി +2 അനുവദിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് അദ്ദേഹത്തെ ഇഡി ചോദ്യം ചെയ്യുന്നത്. 2020 മുതൽ തന്നെ തുടർച്ചയായി അദ്ദേഹത്തെ ഇഡി ചോദ്യം ചെയ്തു വന്നിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ആശ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവായ KPA മജീദ് ഉള്ളവരിൽ നിന്ന് ഇഡി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഈ വിഷയം ആണെങ്കിൽ പോലും മൊത്തത്തിൽ ഈ KM ഷാജിയുടെ സ്വത്ത് സമ്പാദനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ വീട്, പിന്നെ കോർപ്പറേഷനിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഉള്ള അദ്ദേഹത്തിന്റെ വലിയ വിസ്തൃതിയിലുള്ള വീട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇഞ്ചി കൃഷിയിൽ നിന്നാണോ ഇത്തരത്തിലുള്ള വരുമാനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിച്ചിരുന്നു. എന്തായാലും ഈ +2 കോഴയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വരുമാനം, അദ്ദേഹത്തിന് കാണിച്ചിരിക്കുന്ന വരുമാനത്തിൽ കൂടുതൽ സ്വത്തുണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇഡി ഇന്നിവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കല്ലായിലുള്ള ഓഫീസിലേക്ക് വിളിച്ചിട്ടുള്ളത്. രാവിലെ 9:30 തന്നെ 9:10 തന്നെ അദ്ദേഹം ഇവിടെ എത്തി. 10 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരശേഖരണത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ പോകാൻ കഴിയുകയുള്ളൂ. വൈകുന്നേരം വരെ ഇത് തുടരാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുമ്പ് നമുക്കറിയാം 2.5 ദിവസം തുടർച്ചയായിട്ട് 2.5 ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഭാര്യ ഉൾപ്പെടെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ട് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.